ഞാൻ ഇന്ന് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസത്തിലാണ് നിൽക്കുന്നത്. കാരണം ഒരുപാട് വീടുകൾ നമ്മൾ കാണിക്കുന്നുണ്ടെങ്കിലും നല്ല വീടുകൾ അല്ലെങ്കിൽ ഭംഗിയുള്ള വീടുകൾ വളരെ കുറവാണ് അല്ലേ. എന്നാൽ വളരെ ഭംഗിയുള്ള ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു വീട് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് കഴിയുന്നുണ്ടല്ലോ എന്നുള്ള ഹാപ്പിനെസ് ആണ് ഇന്ന് എനിക്കുള്ളത്. അതിൽ തന്നെ ഇതാ ഈ ഒരു ഡിസൈൻ നോക്കിയേ, ഇതും വിൽക്കാനുള്ള വീടാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ വീടല്ല, ഇതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ആ കാണുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു എക്സ്റ്റീരിയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, ഒരു ആർക്കിടെക്റ്റ് ടച്ചൊക്കെ കിട്ടിയിട്ടുള്ള ഒരു കിടുക്ക് വീടാണ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്ന ഈ കാണുന്ന പ്ലാൻസ് ഒക്കെ ഇങ്ങനെ വാളിൻ്റെ സൈഡിൽ കൊടുത്തിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കോണ്ടംപററി സ്റ്റൈൽ ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ആ ഭംഗി തന്നെ നോക്കി, എത്ര വലിപ്പമുണ്ടെന്ന് നോക്കിയേ. 2400 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയൊന്നുമല്ല. അത്രയ്ക്ക് സ്ക്വയർ ഫീറ്റുള്ള അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 5.25 സെൻറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു കിടുക്കാച്ചി വീടാണ്. ഈ വീടിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ബാൽക്കണി നിന്നുകൊണ്ടുള്ളൊരു വ്യൂ ഉണ്ട് മോനെ. അത് ബാൽക്കണി നിന്ന് തന്നെ ഞാൻ കാണിച്ചു തരാം. അതിനു മുന്നേ വീടിനെ കുറിച്ച് പറയുമ്പോൾ ഒരു വൈറ്റ് കളറിൽ വോൾ കൊടുത്തിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ GIയിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു പോർഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്ലൈഡിങ് ആൻഡ് ഫോൾഡബിൾ ആയിട്ടുള്ള ഗേറ്റ് മിക്ക വീടുകളിലും നമ്മൾ കാണുന്ന സെയിം ഗേറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിൽ തന്നെയാണ് ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഈ പിള്ളേരൊക്കെ കുഞ്ഞിലെ നമ്മളിങ്ങനെ തള്ളി കളിച്ചിട്ടില്ലേ, അപ്പോൾ അതുപോലെ നല്ല രസമുള്ളൊരു നല്ല ഈസി ആയിട്ട് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഗേറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇതിൽ നമ്മൾ തൂങ്ങി കളിക്കണം കണ്ടിട്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ഒരു റീസെൻ്റ് ആയിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, തൂങ്ങി കളിച്ചിട്ട് ഗേറ്റോടെ വന്ന് മറിഞ്ഞു വീഴണം. പക്ഷേ ഈ ഗേറ്റ് അങ്ങനെ മറിഞ്ഞു വീഴില്ല, അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിട്ടാണ് ഈ ഗേറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഗേറ്റ് ഒന്ന് അടച്ചിട്ട് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ചെറിയൊരു ഗാർഡൻ ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ മാത്രമേ ഈ ഗാർഡൻ ഏരിയ ഉള്ളൂ എന്ന്. ഇല്ല, ആ ഭാഗത്തും ഗാർഡൻസ് ഏരിയ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഇവിടെ ഒരുപാട് പ്ലാന്റ്സുകൾ നട്ടിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി വീടിൻ്റെ മുൻവശത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ടൈലിൽ കൊടുത്തിരിക്കുന്ന ക്ലാഡിംഗ് ടൈലിൽ കൊടുത്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ഫ്ലോറിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 5.25 സെൻറ് ഉണ്ട്, 2400 സ്ക്വയർ ഫീറ്റ് ഉണ്ട്, 4 ബെഡ്റൂമുണ്ട്. ഈ 4 ബെഡ്റൂമിനെ കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുകളിലത്തെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ്. കയറി വരുമ്പോൾ തന്നെ ഒരു കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത് കാണാം. ഇവിടെ ചെറിയൊരു സർക്കിൾ സ്പേസ് കൊടുത്തിട്ടുള്ളത് കാണാം. അതുപോലെ ഇവിടെ ഒരു കിണർ കൊടുത്തിരിക്കുന്നത് കാണാം. കിണറിൻ്റെ അടുത്ത് ഒരു പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു D ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന കിണറാണ്. അത്യാവശ്യമല്ല ഇഷ്ടം പോലെ വെള്ളം നമുക്കിവിടെ കിട്ടുന്നതാണ്. ഇത് തിരുവനന്തപുരത്തുള്ള തിരുമല പിടാരം ജംഗ്ഷനിൽ നിന്നും 300 മീറ്റർ മാറിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടാണെന്ന് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട കാര്യമില്ല. വീട് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു വീട്ടിലും നമ്മൾ കാണാത്ത ഒരു സ്പെഷ്യാലിറ്റി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ നിന്ന് തന്നെ എനിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നുണ്ട്. കാര്യം ഗ്രാനൈറ്റിൽ റൈസറും ത്രെഡും അതുപോലെ സിറ്റ് ഔട്ട് ഏരിയയും കൊടുത്തിട്ടുള്ള, ഞാൻ കുറേ നാൾക്ക് മുന്നേ ഇങ്ങനെ ഒരു വീടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വച്ച് വിൽക്കാനിട്ടിരിക്കുന്ന വീടുകളിൽ ഇങ്ങനെ ഒരു സംഭവം വളരെ കുറവാണ്. മിക്കതും ടൈലായിരിക്കും സിറ്റ് ഔട്ട് ഏരിയയിൽ വരുന്നത്. ബാക്കി ത്രെഡിൽ ഗ്രാനൈറ്റും റൈസർ ടൈലും കൊടുത്തിരിക്കുന്നതാണ് നമ്മൾ എപ്പോഴും കാണുന്നത്. പക്ഷേ ഇത് കംപ്ലീറ്റ് അതും ലെപ്പോത്ര ഗ്രാനൈറ്റ് ആണ് ഈ ഒരു സിറ്റ് ഔട്ട് ഏരിയയിൽ മാത്രം തന്നെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ക്ലാഡിംഗ് ടൈൽ കൊടുത്തിട്ടുള്ളത് കാണാം. ഈ ക്ലാഡിംഗ് ടൈലിന് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഈ കാണുന്ന വിൻഡോസ് ഒക്കെ ടീക്ക് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഈ കാണുന്ന വാതിൽ ഒരു ഗംഭീര വാതിൽ, നല്ല ഭംഗിയിൽ തന്നെ ചെറിയ ഡിസൈനിൽ കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ടീക്ക് വുഡിൽ ചെയ്തിരിക്കുന്ന ഒരു വാതിലാണ് നമുക്കിവിടെ കാണുന്നത്. ഒരു ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഇതൊരു പഴയ ഒരു ഹാൻഡ് റെയിലാണ്. ആക്ച്വലി ഇത് ഔട്ട്ഡേറ്റഡ് ആയിട്ടില്ലേ എന്നെനിക്ക് തോന്നുന്നുണ്ട്. ബട്ട് ഇവിടെ നമുക്ക് ഈ വാതിലുമായിട്ട് നല്ല ചേർന്ന് തന്നെയാണ് ഈ ഒരു ഹാൻഡിൽ ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ഹാൻഡിൽ ഒന്ന് ഓപ്പൺ ചെയ്ത് അകത്തേക്ക് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്തൊരു ലിവിങ് ഏരിയയാണ് നമുക്കിവിടെ കാണുന്നത്. അതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ജിപ്സം വർക്ക് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഒരു ഗംഭീര TV യൂണിറ്റിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ.
അത്രയ്ക്ക് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു TV യൂണിറ്റാണ് നമുക്കിവിടെ കാണുന്നത്. പ്ലൈയിൽ ചെയ്തിരിക്കുന്ന കബോർഡ്സുകൾ നമുക്ക് ഇതാ ഈ ഒരു ഭാഗത്ത് കാണാം. ഇതിന് രണ്ടിൻ്റെയും ഇടയിൽ ഇതാ ഒരു ജനൽ കൊടുത്തിരിക്കുന്നത് കാണാം. അതുപോലെ 4 പാളികളുള്ള ജനൽ ഇതാ ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കാണാം. ഇവിടെയും ചെറിയൊരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട്, താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതാ ഇത് മുഴുവനായിട്ട് പ്ലൈയിലാണ് കൊടുത്തിട്ടുള്ളത്, ബാക്കിൽ WPC കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഇതാ ഈ ഒരു ഭാഗത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ വിഗാർഡിൻ്റെ ഒരു DLB കൊടുത്തിട്ടുള്ളത് കാണാം. 3 ഫേസിൻ്റെ ഒരു DLB ആണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്വിച്ചസിൻ്റെ കാര്യം പറയുമ്പോൾ ലെഗ്രാൻഡിൻ്റെ സ്വിച്ചസ് ആണ്, വളരെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള സ്വിച്ചസ് ആണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ ഫാന്, വിഗാർഡിൻ്റെ ഫാന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൊഫൈൽ ലൈറ്റുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. താഴത്തെ അതായത് ഫ്ലോറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വലിയ വേർട്ടിഫൈഡ് ടൈൽസുകളാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അത് മാറ്റ് ഫിനിഷിങ്ങിൽ ഉപയോഗിച്ചുകൊണ്ട് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഫീലിംഗ് നമുക്ക് വളരെയധികം ഇവിടെ കൂടി കിട്ടുന്നുണ്ട്. അതുപോലെ സെയിം ടൈല് തന്നെയാണ് ഡൈനിങ് ഏരിയയിലേക്കും വരുന്നത്. റൂഫിംഗ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജിപ്സും വർക്കാണ് ഇവിടെ റൂഫിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി, ഇവിടെ ഒരു ടെസ്റ്റ് വർക്ക് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഭയങ്കര ഗ്ലേസിംഗ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ടെസ്റ്റ് വർക്കാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എപ്പോക്സി ഇട്ട് വളരെ മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു ഫ്ലോറിംഗ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളർ, ഒരു പ്രീമിയം ഫിറ്റിങ്സ് തോന്നുന്ന രീതിയിൽ തന്നെ ഒരു ഗോൾഡൻ കളറിൽ കൊടുത്തിരിക്കുന്ന ഒരു ഫാൻസി വാഷ് ബേസിൻ നമുക്കിവിടെ കാണാം. കുറേ പെബിൾസ് ഈ ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ വരുന്നത് ഇത് ഗ്രാനൈറ്റ് ആണ്. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ ഒരു മനോഹരമായിട്ടുള്ള ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട്. അത് കുറേ ബട്ടർഫ്ലൈകൾ ഇങ്ങനെ പറന്ന് പോവുകയാണ്. അതിൻ്റെ സൈഡിൽ അതിനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വാം ലൈറ്റ് കൊടുത്തിട്ടുള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ട്യൂബ് ലൈറ്റാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു പോട്ട് വെച്ചിട്ടുണ്ട്. ഈ പോട്ടിൻ്റെ അകത്ത് ചെടി വെച്ചിട്ട് ഇതാ ഇവിടെ തന്നെ വെച്ചാൽ വളരെ 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 മനോഹരമായിരിക്കും. അതുപോലെ ഇവിടെ ഒരു ടവൽ റോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ലെഗ്രാൻഡ് സ്വിച്ചസ് ഉണ്ട്. ലൈറ്റ് ഓഫ് ചെയ്തു, അപ്പോഴും നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട്. എനിക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളിൽ ഒന്ന് എൻ്റെ ആ വലതുഭാഗത്ത് കാണുന്ന ഒരു ഹാർഡ് വർക്കാണ്. അത് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ആർട്ട് വർക്ക്. നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മളെ കണ്ണിലേക്ക് ഉടക്കുന്ന രീതിയിലാണ് ആ ഒരു സംഭവം അവിടെ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത പ്ലാന്റ്സ് വെച്ചിട്ടുള്ള നമുക്ക് കാണാം, ഒരു പോട്ടിൽ വെച്ചിട്ടുള്ളത് കാണാം. നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആണ്. അതുപോലെ ഇത് നമ്മൾ എപ്പോഴത്തെയും പോലെ തന്നെ ഇൻവെർട്ടർ വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ്. അത് കവർ ചെയ്ത് വളരെ മനോഹരമായിട്ട് വളരെ അച്ചടക്കത്തോടു കൂടി ഒതുക്കി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമ്മൾ ലിവിങ് ഡൈനിങ് പരിചയപ്പെട്ടു. ഇനി നേരെ പോകുന്നത് ബെഡ്റൂം സ്പേസിലേക്കാണ്. ഇത് തന്നെ ഒരു എമണ്ടൻ ബെഡ്റൂമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നമുക്കിവിടെ കാണുന്നത്. പക്ഷേ ഇതിനെക്കാട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം ഇത് ഈ വീട്ടിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തന്നെ അളവ് പറയുകയാണെങ്കിൽ ഈ ഒരു വശം തന്നെയാണെങ്കിലും ഏകദേശം 14 സൈസ് വരുന്നുണ്ട്. ഇതുണ്ടെങ്കിൽ ഒരു 16 സൈസ് വരുന്നുണ്ട്. അത്രയ്ക്ക് വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഈ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റോറേജ് സ്പേസ് നമുക്ക് കാണാം. 4 കബോർഡ്സുകൾ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ 4 ഡോറുകളുള്ള കബോർഡ്സുകൾ കൊടുത്തിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്കിവിടെ കാണാം. ഇനി ബാത്റൂമിലേക്ക്, അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് പോകാം. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് ചെല്ലുമ്പോൾ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ, ഒരു ബാത്റൂം ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ സിംഗിൾ യൂണിറ്റിൽ വരുന്ന സെറയുടെ ഒരു WC നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ജാഗ്വാർ എന്ന് പറഞ്ഞ് തെറ്റി, ഇത് സെറയാണ്. സെറയിലാണ് ഇതിൻ്റെ ബ്രാൻഡ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സോണലിൻ്റെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് കാണാം. ഒരു ടാപ്പ് കൊടുത്തിട്ടുണ്ട്, മിറർ കൊടുത്തിട്ടുണ്ട്, റെയിൻ ഷവർ കൊടുത്തിട്ടുള്ളത് കാണാം. എക്സോസ്റ്റ് ഫാൻ വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോർഷൻ ആ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഹീറ്റർ പോയിന്റ് വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് കാണാം. പോയിന്റ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ടവൽ റോഡ് എല്ലായിടത്തും മുമ്പ് സിംഗിൾ റോഡാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ 4 ഭാഗമുള്ള ഒരു ടവൽ റോഡ് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഡോറിൻ്റെ കാര്യം പറയുന്നത് മിക്ക വീടുകളിലും നമ്മൾ കാണുന്നത് പോലെ ഫൈബർ ഡോർസ് ആണ് ഈ ഒരു ഭാഗത്തും കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് എൻ്റർ ചെയ്യാം. കിച്ചണിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഈ ഒരു പലക എന്ന് പറയുന്നത് പ്ലാവിലാണ് കൊടുത്തിട്ടുള്ളത്. ഇത് മഹാഗണിയിൽ ചെയ്തിരിക്കുന്ന ഡോറാണ്. ഇവിടെ കാണുന്നതെല്ലാം ആഞ്ഞിലും മഹാഗണിയിലും ചെയ്തിരിക്കുന്ന വിൻഡോസാണ് നമുക്കിവിടെ കാണുന്നത്. ഒരു സൈഡ് കോൺട്രാസ്റ്റ് കളർ കൊടുത്തതുകൊണ്ട് തന്നെ ഈ ഒരു ബെഡ്റൂമിന് ഒരു സ്പെഷ്യാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കോൺട്രാസ്റ്റ് കളർ എപ്പോഴും ബെഡ്റൂമിന് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു കോൺട്രാസ്റ്റ് കളറും ബാക്കിയുള്ള എല്ലാം പ്ലെയിൻ കളറും കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് ആ ബെഡ്റൂമിനെ എറിയിച്ച് കാണിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കിച്ചണിലേക്ക് വന്നിരിക്കുകയാണ്. കിച്ചനെ കുറിച്ച് പറയുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ഏരിയ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. ഒരു ചിമ്മിനി, ഫേബറിൻ്റെ ഇലക്ട്രിക് ചിമ്മിനി വെച്ചിരിക്കുന്നത് കാണാം. മുഴുവനായിട്ട് അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് ഈ ഒരു കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. അതിൽ
ഇത് ഒരു വൈറ്റ് ഫിനിഷിങ്ങും വരുന്നതും ഇതൊരു ഗ്രേ ഫിനിഷിങ് വരുന്ന കബോർഡ്സുകളാണ് നമുക്കിവിടെ കാണുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ ഈ വീട്ടിൽ അവൈലബിൾ ആണ്. അതുപോലെ റാക്കും ഒക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എല്ലാം സോഫ്റ്റ് ക്ലോസിൽ കൊടുത്തിരിക്കുന്ന ഒരു അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കാണ് ഇവിടെ കാണുന്നത്. റൈനോടെ തന്നെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ നമുക്കിവിടെ കാണാവുന്നതാണ്. ഒരു സിങ്ക്, റൈനോടെ സിങ്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ സിങ്ക് കൊടുത്തിരിക്കുന്ന പ്ലേറ്റ് എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് നാനോ വൈറ്റിൽ കൊടുത്തിരിക്കുന്ന, നാനോ വൈറ്റ് ആർട്ടിഫിഷ്യൽ നാനോ വൈറ്റ് ഗ്രാനൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ബേസാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ടാപ്പ് കൊടുത്തിട്ടുള്ള കാണാം. ഇത് നമുക്ക് റിവേഴ്സായിട്ടോ ഫോർവേഡായിട്ടോ ഒക്കെ തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫോസെറ്റിൻ്റെ ഒരു പൈപ്പാണ് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയ വർക്ക് ഏരിയ ആണ്. വളരെ വലിയ സ്പേസ് ഒന്നും ഇവിടെ നമുക്ക് അവകാശപ്പെടാനായിട്ട് സാധിക്കില്ല. ചെറിയൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത് കാണാം. പുറത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഡോറ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് മഹാഗണിയിലാണ് ഈ ഡോറ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വാഷ് ചെയ്യാനോ എന്തിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള സ്പേസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ട്. മുഴുവൻ ടൈൽ വർക്ക് ചെയ്തിട്ടുള്ള നമുക്ക് കാണാം. ഇൻ്റർലോക്കാണ് കേട്ടോ, ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള നമുക്ക് കാണാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ സ്പേസ് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ടുള്ള, അതായത് ഈ ലോക്ക് എടുത്ത് മാറ്റിയാൽ നമുക്ക് താഴെ മണ്ണ് ചിപ്സ് ആയിരിക്കും കാണുന്നത്. ചിപ്സ് മാറ്റിയ മണ്ണാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് കാണാം. എന്തെങ്കിലും കത്തിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ള സ്പേസ് നമുക്ക് ആ ഒരു ഭാഗത്താണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ ലിവിങ്ങും ഡൈനിങ്ങും കിച്ചണും താഴത്തെ ബെഡ്റൂമും നമ്മൾ പരിചയപ്പെട്ടു. ഇനി നേരെ നമ്മൾ മുകളിലത്തേക്ക്, അതായത് മുകളിലത്തെ ബെഡ്റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. അവിടെ എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് കാണാം. മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതാ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിൽ റൈസർ ചെയ്തിരിക്കുന്നത് നമ്മൾ താഴെ കണ്ട സെയിം ഫ്ലോറിങ്ങിലുള്ള ടൈല് തന്നെയാണ്. പക്ഷേ ഇവിടെ റൈസർ ടൈല് തന്നെയാണ് ഒട്ട കൊടുത്തിരിക്കുന്നത്. വെളിയിൽ മാത്രമാണ് ടൈലിന് പകരം ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. ബാക്കി ലെപ്പോത്തറ ഗ്രാനൈറ്റിൽ കൊടുത്തിരിക്കുന്ന ത്രെഡാണ്. ത്രെഡിൽ ലെപ്പോത്തറ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ എൻ്റെ തലയ്ക്ക് മുകളിലേക്ക് നോക്കണം. ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു പർഗോള, ഒരു ഹെമണ്ടൻ പർഗോളയാണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ 2400 സ്ക്വയർ ഫീറ്റ് അല്ലേ, അപ്പോൾ അവർക്ക് ചെയ്യുമ്പോൾ അത്രയേറെ ചെയ്താൽ മാത്രമേ അത് വിസിബിളായിട്ട് കാണുള്ളൂ. അതുപോലെ ഇതാ കയറി വരുന്ന ആ ഭാഗത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടൊരു വാം ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതാ ഈ സൈഡിൽ ഒരു പർഗോള കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുകളിലത്തെ ഒരു ലിവിങ് സ്പേസിലേക്ക് വരികയാണ്. ലിവിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഏരിയയുള്ള, നീളത്തിന് കിടക്കുന്ന ഏരിയയുള്ള ഒരു സ്പേസാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. മുകളിലത്തെ ഒരു ബെഡ്റൂമുണ്ട്. അത് ഭയങ്കര വലിപ്പമുള്ളൊരു ബെഡ്റൂമാണെന്നും ഭയങ്കര രസമാണ് കാണാനെന്നും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഏറ്റവും അവസാനമേ ഞാൻ കാണിക്കുകയുള്ളൂ. അതിന് പകരം ഇതൊരു സ്റ്റഡി ഏരിയയാണ്. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട്. സ്റ്റഡി ഏരിയ മീൻസ് ഒരു ഗസ്റ്റ് റൂമോ ഒക്കെ ആക്കാനായിട്ട്, അല്ലെങ്കിൽ കിഡ്സ് റൂമോ ഒക്കെ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഏരിയയാണ്. ഇത് നമ്മുടെ സാധാരണ വീട്ടിലുള്ള 11x10 സൈസിലൊക്കെ വരുന്ന ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഇത് തന്നെ. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, സ്റ്റാൻഡേർഡ് സ്പേസിൽ വരുന്ന ഒരു ബെഡ്റൂമിനെയാണ് ഇവിടുത്തെ കിഡ്സ് റൂമായിട്ട് കൺവേർട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് റൂമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഫിറ്റിങ്സ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സെറയുടെ ഫിറ്റിങ്സ് ആണ്. പക്ഷേ ഇവിടെ ജാക്വറിൻ്റെ ഫിറ്റിങ്സ് നമുക്ക് പൈപ്പിൽ ജാക്വർ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് കാണാം. മിറർ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ടവൽ റോഡുകളും എക്സോസ്റ്റ് ഫാൻ വെക്കുന്നതിനായിട്ടുള്ള സ്പേസും ഹീറ്റർ വെക്കുന്നതിനുമായിട്ടുള്ള സ്പേസും ഒക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കയറി വരുന്ന ഹാൻഡ് റെയിലിനെ കുറിച്ച് പറയാൻ പറ്റുമോ, 304ൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഒരു വുഡൻ ക്ലാഡിങ് കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഇതാ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഒരു ബേബി പിങ്ക് കളറാണ് ഇതാ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതും ഈ ലൈറ്റൊക്കെ ചേരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ ലൈറ്റ് തന്നെ നോക്കിയാൽ കുറേ കോപ്പർ കോയിൽ ഇങ്ങനെ ചുറ്റി വെച്ച് അതിനകത്താണ് ലൈറ്റ് വന്നിട്ടുള്ളത്. നല്ല രസമുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഇനി മുകളിലേക്ക് നോക്കുമ്പോൾ ഇവിടെ വിഗാർഡിൻ്റെ ഫാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിപ്സം വർക്കുകൾ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാം. ചില വീടുകളിൽ ചെന്ന് ജിപ്സം വർക്കിൻ്റെ കളർ കണ്ടാൽ ദൈവത്തിനാണ് സത്യം, നമ്മൾ വെറുത്ത് പോവും. പക്ഷേ ഇവിടെ വാം കളറിൽ കൊടുത്തിരിക്കുന്ന നല്ല ജിപ്സം വർക്കാണ്. പക്ഷേ എനിക്ക് പൂർണ്ണമായിട്ട് എന്നെ സംബന്ധിച്ച് ജിപ്സത്തിനെ കാട്ടി ഞാൻ കുറച്ച് കൂടുതൽ കോൺക്രീറ്റിൽ തന്നെ ചെയ്യുന്ന പ്രൊഫൈൽ ലൈറ്റുകളാണ് എനിക്ക് കൂടുതൽ താല്പര്യം. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ബട്ട് ഇത് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ജിപ്സം വർക്കാണ് നമുക്കിവിടെ കാണുന്നത്. താഴെ കണ്ട സെയിം ഫ്ലോറിങ് തന്നെയാണ് ഇവിടെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയും എപ്പോക്സി ഇട്ട് വളരെ മനോഹരമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സ്പേസ് ആണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ നേരെ പോകുന്നത് അടുത്ത ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂം നമ്മൾ താഴെ കണ്ട സെയിം ബെഡ്റൂം തന്നെയാണ്. 14-16 സൈസിൽ വരുന്ന ഒരു സെയിം ബെഡ്റൂം സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ ഈ സൈഡിൽ നോക്കി വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പെയിൻറ് വർക്ക് നമുക്ക് കാണാം. ഒരു റോയൽ പ്ലേ ടെക്സ്ചറിൽ കൊടുത്തിരിക്കുന്ന നല്ല ഗ്ലേസി ആയിട്ടുള്ള ഒരു ആഷ് ആൻഡ് വൈറ്റ് തീമിൽ ചെയ്തിരിക്കുന്ന, അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഗോൾഡൻ ലൈൻ പോയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള
ഒരു വോളാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. താഴെ കണ്ട സെയിം ജിപ്സം വർക്ക് തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നല്ല ക്വാളിറ്റി ഉള്ള ജിപ്സം വർക്കാണ്. നമുക്ക് തൊട്ടൊക്കെ നോക്കുമ്പോൾ അറിയാമല്ലോ, നല്ല ക്വാളിറ്റി ഉള്ള ഒരു ജിപ്സം വർക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഇവിടെയും വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത് കാണാം. ഇവിടെ 4 ഡോറുള്ള കബോർഡ്, താഴെ കണ്ട സെയിം കബോർഡ് തന്നെയാണ്. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡോർ ആണ് ഇവിടെയും കാണുന്നത്. കണ്ടില്ലേ, നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളത് പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ബെഡ്റൂമിനും ഒരു അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ലൈറ്റ് ഇടുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ ഭംഗി നമുക്ക് മനസ്സിലാവും. സെറയുടെ ഫിറ്റിങ്സ് ഒക്കെ, ജാഗോറിൻ്റെ ഫിറ്റിങ്സും ഒക്കെ, എക്സോസ്റ്റ് ഫാനും ഒക്കെ കൊടുത്തിട്ടുള്ള നമ്മൾ സാധാരണ താഴെ കണ്ട സെയിം ബെഡ്റൂം സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണുന്നത്. ഇനിയാണ് മോനെ ഞാൻ പറഞ്ഞ ആ വലിയ ബെഡ്റൂം നമുക്ക് ഇവിടെ കാണാനായിട്ട് പോകുന്നത്. ഒരു 1.5 ബെഡ്റൂമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എത്ര സ്പേഷ്യസ് ആണെന്ന് നിങ്ങൾ നോക്കി തന്നെ പറയണം. അതുപോലെ ഇവിടെ കബോർഡുകൾ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഒരു ബേ വിൻഡോ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഈ ഫ്രണ്ടിൽ കാണുന്നതെല്ലാം ടീക്കിൻ്റെ വിൻഡോസ് ആണ് ഇവിടെ കാണുന്നത്. അത്രയ്ക്ക് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ടോപ്പ് വീടാണ്, അല്ലെങ്കിൽ ടോപ്പ് ബെഡ്റൂമാണ് നമുക്കിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സ്റ്റീരിയർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്റ്റീരിയർ ആണ് അല്ലേ. ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ജാക്വറിൻ്റെ ഫിറ്റിങ്സ് ആണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം, ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം എന്ന അത്രയും വലിപ്പമുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് ഇവിടെ കാണുന്നത്. അതിലും ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്നത് ഒരു പിങ്ക് കളറിലുള്ള ഷെയ്ഡാണ്. വളരെ പ്ലസൻ്റ് ആയിട്ട് നമുക്ക് അവിടെ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ വീട്ടിലെ ബാൽക്കണി ഏരിയയിലേക്ക് ഇറങ്ങാം. ബാൽക്കണി ഏരിയയിലേക്ക് വരുമ്പോൾ തന്നെ കാണുന്ന ഒരു അസാധ്യമായിട്ടുള്ളൊരു വ്യൂ ഇവിടെ നിന്നിട്ട് നോക്കിയേ. ഒരു കിടുക്ക് ഒന്നും പറയാനുള്ള ഒരു മലനിരയാണ് നമുക്ക് അവിടെ കാണുന്നത്. അത്രയ്ക്കുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലെ ബാൽക്കണി ചെയ്തിട്ടുള്ളത്. വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ഏരിയയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. 2400 സ്ക്വയർ ഫീറ്റിൽ 5.25 സെൻറ്റിൽ 4 ബെഡ്റൂം, താഴെ ഒരു ബെഡ്റൂമും മുകളിൽ 3 ബെഡ്റൂമും. ബെഡ്റൂമിനെ കുറിച്ചൊന്നും പറയേണ്ട, നിങ്ങൾക്ക് ഓടി നടക്കാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ആ ബെഡ്റൂമൊക്കെ തിയേറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയുള്ള സ്പേസ് ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. മുകളിലേക്ക് കയറുന്നതിന് വേണ്ടിയുള്ള സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്തു നിന്നാണ് പോയിരിക്കുന്നത്. ഇവിടെ എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളത് മാത്രം GA സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വില എന്ന് പറയുന്നത് 92 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിൾ ആയിട്ടുള്ള റേറ്റ് ആണ്. ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയേണ്ട മുകളിൽ കാണുന്ന മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. കൂടുതൽ വീഡിയോകളായി നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തുമെന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി ബൈ.